പ്രിയരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പടയാളിയെക്കുറിച്ചാണ്. ദ സോൾജിയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്തിനാണ് ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കർത്താവിൻ്റെ കൂടെ പേഴ്സണലായിട്ടിരുന്നപ്പോൾ കർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെയും പറഞ്ഞു. അതിൻ്റെ അകത്ത് കർത്താവ് വ്യക്തമായി എടുത്തു പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, നന്മ പ്രാപിച്ചവർക്കെല്ലാം അവർ ശക്തി ചോർന്നു പൊക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് നന്മ പ്രാപിച്ചവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പങ്ക് പറ്റിയവർ എല്ലാം എന്ത് ചെയ്യാണ്? അവർ ചോർന്നു പൊക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, കർത്താവ് എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ചോർന്നു പോകാൻ കാരണം? അപ്പോൾ കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യമാണ്. കർത്താവ് പറഞ്ഞത്, അവരുടെ ശക്തി, അവർക്ക് ഞാൻ നൽകിയ ദൈവകൃപ, അവർക്ക് ഞാൻ നൽകിയ എൻ്റെ സംരക്ഷണം അവർ തന്നെ എന്ത് ചെയ്യാണ്? ഇല്ലാതാക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഏറ്റവും ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണ്, ദൈവത്തിൻ്റെ പങ്കുകാരായിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? ദൈവത്തെ ഉപേക്ഷിച്ച് യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരെ ദൈവം കഴിഞ്ഞിടയ്ക്കൊക്കെ എന്നെ കാണിക്കാനിടയായി. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, എടാ ഇത് നിനക്കൊരു പാഠമാണ്. എന്താണ് പാഠം? ഇങ്ങനെ നീ ആയി മാറരുത്. നിന്റെ സമൂഹമായി മാറാതിരിക്കാൻ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ബ്രദറെ കഴിഞ്ഞ 5 വർഷം മുമ്പ് എനിക്ക് ശക്തമായ രീതിയിൽ കർത്താവിനെ ആരാധിക്കാൻ പറ്റുമായിരുന്നു. ബ്രദറെ എനിക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് അതീവമായി ആഗ്രഹമായിരുന്നു. ബ്രദറെ ഞാൻ ഈ മരുഭൂമി എന്നപ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല. ഞാൻ റൂമിൻ്റെ അകത്തിരുന്ന് കരഞ്ഞ് എന്നെ ആരൊക്കെയോ ദൈവത്തിൻ്റെ കൃപയാൽ സഹായിച്ചു. ഇന്ന് ഞാൻ വലിയ പൊസിഷനിലൊക്കെ ആയിരിക്കുകയാണ്. പക്ഷെ പണ്ടത്തെ തീ ഇന്ന് എൻ്റെ അകത്തില്ല. ഹല്ലേലൂയ. നിനക്കിതിടയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നീ ചിന്തിച്ച് നോക്കിയേ. പഴയ തീ നിനക്കില്ല എന്ന് നിൻ്റെ മനസാക്ഷി നിന്നോട് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പണ്ട് നിൻ്റെ കൂടെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ തീ ഇന്ന് നിന്നിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പല കുഞ്ഞുങ്ങളും ആത്മാർത്ഥതയോടെ ദൈവത്തെ പ്രഘോഷിച്ച് ചേരുന്നവർ, ആത്മാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി ജീവൻ കളയാൻ ആഗ്രഹിച്ച പലരും ഉണ്ട്. ജീവൻ എനിക്ക് യേശു മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ പല സമൂഹത്തെ ഞാൻ കാണാനിടയായിട്ടുണ്ട്. പലരുടെയും കൂടുതൽ പല രീതിയിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ടിരുന്നിട്ടുമുണ്ട്. പക്ഷേ സ്തോത്ര, ഹല്ലേലൂയ, ഇന്ന് അതിൽ ആരുമില്ല. എല്ലാവരും ചിതറിപ്പോയിരിക്കുകയാണ്. എല്ലാവരും ചിതറി മാറ്റപ്പെട്ടിരിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. എന്ത് ചെയ്യണം? അവർ ചിതറിപ്പോയി. എങ്ങനെ ചിതറിപ്പോയി? പഴയ തീ അവൻ്റെ ഇല്ല. എന്തുകൊണ്ടാണ് അവൻ്റെ ഇല്ലാത്തത്? പഴയ ദൈവത്തോടുള്ള സ്നേഹം അവൻ്റെ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? there will be a reason. അവൻ പറയൂ, എന്നോട് തങ്കപ്പൻ അങ്ങനെ പെരുമാറി, എന്നോട് വേറൊരാൾ അങ്ങനെ പെരുമാറി, എന്നോട് ഇങ്ങനെ പെരുമാറി, അതുകൊണ്ട് ഞാനിതിനകത്തൊന്നും ഒന്നുമില്ല. ഷായിച്ചാൻ പണ്ട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ബ്രദറെ, ഒരു 15-ാം തീയതി കഴിയുമ്പോൾ മറ്റുള്ളവൻ്റെ നിന്ന് ഞാൻ കൈ തെണ്ടിക്കൊണ്ടിരുന്നവനാ. പക്ഷേ ഇന്ന് യേശുവിനെ ഞാൻ സ്വീകരിച്ചതിന് ശേഷം കൊടുക്കുന്ന വിധത്തിൽ എന്നെ ആക്കി മാറ്റിയ ഒരു ദൈവത്തെ ഷായിച്ച രുചിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ ദൈവം ഇന്ന് ഇത്രയും ജുവേലിൽ നിന്ന് ഭയങ്കര മഴയും വെള്ളപ്പൊക്കമൊക്കെ, എന്നിട്ടും ഓടി വരാൻ പറ്റാത്ത അച്ഛൻ ഇതിൻ്റെ അകത്ത് വന്ന് അച്ഛൻ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അകത്ത് അച്ഛൻ അറിയാത്ത ഒരു ദൈവശക്തിയാണ് അച്ഛനെ അകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൽ ഈ ശക്തി നിന്റെ അകത്തില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, നീ ചത്ത മനുഷ്യനെ തുല്യമാണ്. ഹല്ലേലൂയ. പണ്ട് നിനക്ക് ശക്തി ഉണ്ടായിരുന്നു, ഇന്ന് നിനക്ക് ശക്തിയില്ല, ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതെന്താ പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? അത് എന്നോട് തങ്കപ്പൻ എന്നെ ഇങ്ങനെ നോക്കി, തങ്കപ്പൻ എന്നോട് അങ്ങനെ പറഞ്ഞു, തങ്കപ്പനോട് ഇങ്ങനെ പറഞ്ഞു. എടാ, ഒരിക്കൽ പട്ടിണി കിടന്നപ്പോൾ നിന്റെ ശബ്ദം കേൾക്കാനും നിന്റെ കണ്ണീരൊപ്പാനും നിന്റെ വിലാപം കേൾക്കാനും ആകാശത്തിൽ നിന്ന് ദൈവം നിനക്കുണ്ടായിരുന്നു. സ്തോത്ര, ഹല്ലേലൂയ. ആ ദൈവത്തെ പരിചയപ്പെട്ടപ്പോഴാണ് നീ ഇവരെയൊക്കെ പരിചയപ്പെട്ടത്. ഇന്ന് ആരുടെയൊക്കെയോ പേരും പറഞ്ഞ് നീ മാളത്തിൽ ഒളിച്ചിരിക്കുന്നവനാണെങ്കിൽ ഓർത്തുകൊള്ളുക, നിനക്കെതിരെ ഒരു ആയുധം പുറപ്പെട്ടിട്ടുണ്ട്, നിനക്കെതിരെ ഒരു പിശാച് ഇറങ്ങിയിട്ടുണ്ട്. നിന്നെ കൊല്ലാൻ ഒരു പിശാച് നിന്റെ വീടിന്റെ വാതിക്കൽ വന്നിരിപ്പുണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രാർത്ഥനക്കാരാ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ കൊല്ലാൻ ഒരു പിശാച് നിന്റെ വീട്ടിന്റെ വാതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, ഓർത്തുകൊണ്ടണം. ഹല്ലേലൂയ. ബൈബിൾ പറയാണ്, നിങ്ങളൊരു പോരാളിയായി മാറണം, നിങ്ങളൊരു പടയാളിയായി മാറണം. ആരുടെ പടയാളി ആയി മാറണം? ആരുടെ പടയാളി? ഒരു വ്യക്തിയുടെ പടയാളിയല്ല, ഒരു സമൂഹത്തിൻ്റെ പടയാളിയല്ല, നീ യേശു ക്രിസ്തുവിൻ്റെ പടയാളിയായി നീ മാറിയേ പറ്റത്തുള്ളൂ. സ്തോത്ര. അങ്ങനെ മാറണമെന്ന് ആഗ്രഹമുള്ളവർ 2 തീമോത്തിയോസ് 2-ാം അധ്യായം
1 മുതൽ നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതൽ നമുക്ക് വായിക്കാം. എന്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക. നീ ശ്രദ്ധിച്ചോണം, വാക്യം വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോണം. എന്താണ്? എന്റെ മകനെ, എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന ദൈവ പൈതലെ, മകനെ, മകളെ, നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്താണ്? നിനക്ക് ശക്തി പ്രാപിച്ചേ മതിയാകും, നിനക്ക് പവർ ഉണ്ടായേ മതിയാകും, നിനക്ക് തീ വ്യാപരിച്ചേ മതിയാകും, നിന്റെ നഷ്ടപ്പെട്ട തീയുടെ മേൽ അഗ്നി ഇറങ്ങിയേ മതിയാകും, നിന്റെ ഉറകെട്ട് പോയ ഉപ്പിന്റെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങിയേ മതിയാകും. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ ഇടതോ വലത്തോ മുന്നിലോ പിന്നിലോ ഉള്ളവരെ നോക്കിയല്ല നിന്റെ തീ നിന്റെ മേൽ വ്യാപരിക്കേണ്ടത്, നിന്റെ തീ വ്യാപരിക്കേണ്ടത് യേശു ക്രിസ്തുവിനെ നോക്കിയിട്ടാണ്. ഹല്ലേലൂയ. യേശു അപ്പത്തെ നിങ്ങൾ പോയി ചോദിക്കും, ബ്രദർ ഇത് എന്നോടാണോ? നിന്നോട് തന്നെയാ ഞാൻ പറയുന്നത്. നിന്നോടാണോ എന്ന് പലരും ഇന്ന് ചോദിക്കും. നിന്നോട് തന്നെയാണ് യേശു പറഞ്ഞത്. നിന്റെ ഉറകെട്ട് പോയ അഗ്നിയെ കത്തിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ ഉറകെട്ട് പോയ നിന്റെ ഉപ്പിനെ കത്തിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ തീ നിന്നിൽ കത്തണം. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ തീ നിന്നിലും കത്തണം, നിന്റെ സഹോദരനിലും കത്തണം, നിന്റെ കുടുംബത്തിലും കത്തിയാൽ മതിയാകൂ. അല്ലെങ്കിൽ പിശാച് നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ടാണ് തിമോത്തിയോസേ, നീ ഒരു പടയാളിയാണ്, നീ ഒരു യോദ്ധാവാണ്, നീ ഒരു സോൾജിയറാണ്. യു ആർ ഗോയിങ് ടു ബി എ ഗുഡ് സോൾജിയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിന് വിളിക്കുകയാണ്, മകനെ കം ബാക്ക്. എന്തിനാണ് വിളിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചോ. എന്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക. അവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ആരുടെ നിന്നാണ് ശക്തി സ്വീകരിക്കേണ്ടത്? നിങ്ങൾ ക്രിസ്തുവിൽ നിന്നാണ് ശക്തി സ്വീകരിക്കേണ്ടത്. നിങ്ങൾ എന്നിൽ നിന്നല്ല. ലിജു ബ്രദറിന് നീ ഒരു ശക്തി ലിജു ബ്രദറിനെ നീ നോക്കരുത്. നീ ആരെ നോക്കണം? നീ യേശു ക്രിസ്തുവിനെ നോക്കണം. പല സഹോദരന്മാരും പല സഹോദരിമാരും വീണുപോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവർ ഒരു വ്യക്തിയെ നോക്കിയാണ് യാത്ര ചെയ്തത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഞങ്ങളെ അല്ല നോക്കേണ്ടത്, ഞങ്ങൾ നോക്കാൻ പഠിപ്പിച്ചവനെ നിങ്ങൾ നോക്കണം. അവനിൽ നോക്കി നീ എന്ത് ചെയ്യണം? നീ യാത്ര ചെയ്യണം. അവനിൽ നിന്ന് മാത്രമേ കൃപ ലഭിക്കത്തുള്ളൂ, ഗ്രേസ് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ലിജുവിൽ നിന്ന് ലഭിക്കത്തില്ല. ആരിൽ നിന്ന് ലഭിക്കത്തുള്ളൂ? യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ലഭിക്കത്തുള്ളൂ? കൃപ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. കൃപയുടെ ഗ്രീക്ക് അർത്ഥം ചാരിസ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ചാരിസ്. ഗ്രീക്ക് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? CHARIS, ചാരിസ്. ദ ഡിവൈൻ ഇൻഫ്ലുവൻസ് അപ്പോൺ ദ ഹാർട്ട് എന്നാണ് പറയുന്നത്. എന്താണ്? ദ ഡിവൈൻ ഇൻഫ്ലുവൻസ് അപ്പോൺ ദ ഹാർട്ട് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ. എന്താണ്? ദ ഡിവൈൻ റിഫ്ലക്ഷൻ അപ്പോൺ ദ ഹാർട്ട് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ. ഒരു ഹൃദയത്തിലോട്ടുള്ള ഒരു ഡിവൈനായിട്ടുള്ള എന്താണ്? ഒരു ഇൻഫ്ലുവൻസ്. ആ ഇൻഫ്ലുവൻസിൽ നിന്ന് ലഭിക്കുന്ന റിഫ്ലക്ഷനാണ് എന്ത്? കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കോണമേ, ഏത് റിഫ്ലക്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്? ഏത്? ഡിവൈൻ റിഫ്ലക്ഷൻ. എവിടെ നിന്നാണ് ഈ ഡിവൈൻ റിഫ്ലക്ഷൻ ലഭിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, നിങ്ങൾ എഴുതി വെച്ചോണം കേട്ടോ. ഐ വാണ്ട് ദ ഡിവൈൻ ഇൻഫ്ലുവൻസ് ടുവേഴ്സ് മൈ ഹാർട്ട് ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നിന്റെ അകത്ത് ഡിവൈൻ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നീ ചെക്ക് ചെയ്തോ. നിന്റെ കടമയാണത്. ഒരു ഡിവൈൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയുടെ അകത്തുണ്ടെങ്കിൽ, പ്രിയ ദൈവത്തിലെ ഞാൻ നിങ്ങളടുത്ത് പറയാം, നിങ്ങളെപ്പോഴും ദൈവമായിട്ടിരിക്കാൻ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യും? ആ ഇൻഫ്ലുവൻസിലേക്ക് കണക്ട് ചെയ്യും. ഹല്ലേലൂയ. നീ എപ്പോഴും ദൈവമായിട്ടിരിക്കാൻ നിന്റെ ഹൃദയം നിന്നോട് തന്നെ മന്ത്രിക്കും. ഒരു വ്യക്തി എൻ്റെ അടുത്ത് കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞതാ, ബ്രദറെ ഇപ്പം മലയൊന്നും ഇല്ലയോ? ഞാൻ പറഞ്ഞു, എന്താടാ ബ്രദറെ, മലയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആകെ അങ്ങ് വിഷമമാണ്. ഞാൻ എൻ്റെ റൂമിൻ്റെ പുറയിൽ നിന്ന് നടന്നങ്ങോട്ട് നീങ്ങി ഒരു മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം നോക്കിയാൽ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഒരു പാമ്പിരുന്ന്. അതിനുശേഷം എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല ബ്രദറെ. എങ്ങനെയെങ്കിലും മലയിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് വിളിക്കണം ബ്രദറെ. അവൻ ഒരു ദിവസം എങ്ങനെ വല്ല 2 പ്രാവശ്യം എന്നെ വിളിക്കും. ബ്രദറെ ഇന്ന് മലയുണ്ടോ? ബ്രദറെ നാളെ മലയുണ്ടോ? ബ്രദറെ മറ്റന്നാൾ മലയുണ്ടോ? ഞാൻ പറയുന്നു, അവൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കടന്നു വന്നിരിക്കുക. സ്തോത്ര, ഹല്ലേലൂയ. അവൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ തീ കടന്നു വന്നിരിക്കുക. ഇന്ന് നിന്റെ അകത്ത്, യുവാക്കന്മാരെ കേട്ടോ, നിന്റെ അകത്ത് അതില്ലെങ്കിൽ നിന്റെ വീട്ടിൻ്റെ അകത്ത്, നിന്റെ ഡോറിൻ്റെ ഫ്രണ്ട്
ഫ്രണ്ടിൽ ഒരു അന്ധകാരത്തിന്റെ ശക്തി നിന്നിലേക്ക് ഇറങ്ങി വരാൻ പദ്ധതി ഇട്ടിരിക്കുക. സ്തോത്ര, ഹല്ലേലൂയ. പേഴ്സണലായിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉയർന്നവരെ ശ്രദ്ധിച്ചോ. ഇന്ന് നിനക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി ലഭിക്കുന്നില്ലെങ്കിൽ, ഇന്ന് നിനക്ക് ദൈവമായിട്ടിരിക്കാനുള്ള ശക്തി ലഭിക്കുന്നില്ലെങ്കിൽ, ഓർത്തുകൊള്ളുക, നിന്നെ വിളിച്ച ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുന്നിൽ നീ ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. നിന്നെ വളർത്തിക്കൊണ്ട് വന്ന ഒരു ദൈവത്തിന്റെ ഫ്രണ്ടിൽ നീ കണക്ക് കൊടുക്കേണ്ട നാൾ വരും. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പോൾ ചോദിക്കും, അയ്യോ ബ്രദറെ, അതിപ്പോ എന്നെ വിളിക്കുന്നില്ലല്ലോ. നിന്നെ വിളിച്ചത് കൊണ്ടാണോ നീ ഒരിക്കൽ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്? നിന്നെ വിളിച്ചത് കൊണ്ടാണ് ഒരിക്കൽ നീ വന്ന് മരുഭൂമിയിൽ ഇരുന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ചത്? നിന്നെ വിളിച്ച ദൈവമാ. ആ ദൈവത്തെ മറന്ന് നീ മറുതലിക്കരുത്. ഹല്ലേലൂയ. നിനക്ക് ലഭിച്ച കൃപ നീ കൊണ്ടില്ലാതാക്കരുതേ ദൈവ വൈതലേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ കൃപ, യേശുവിന്റെ കൃപ വരുമ്പോൾ നിനക്ക് എന്ത് ലഭിക്കുമെന്നറിയാമോ? യു വിൽ ഗെറ്റ് എ പവർ. You will get a power. Hallelujah. ദൈവത്തിന്റെ കൃപയില്ലാത്ത നീയാണ് ഇങ്ങനെ തളർന്നു കുത്തിയിരിക്കുന്നത്. തളർന്നു കുത്തിയിരിക്കുന്നവരെ നീ ശ്രദ്ധിച്ചോ. നിന്റെ അകത്ത് കൃപയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് നീ തളർന്നു കുത്തിയിരിക്കുന്നത്. നിന്റെ അകത്ത് കൃപയുണ്ടെങ്കിൽ എല്ലാ കൊടുങ്കാറ്റിന്റെ ഫ്രണ്ടിൽ നീ ഒരു പവർഫുൾ ആളായി നിർത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നിന്നെ നിർത്തുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെയും ഞാൻ ഇനി കാണുക തന്നെ ചെയ്യും. കാരണം കടലിനെ ശാന്തമാക്കിയവന് നിന്നെ ശാന്തമാക്കാൻ പറ്റത്തില്ലയോ? എന്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക. ആരിൽ നിന്ന് ശക്തി സ്വീകരിക്കേണ്ടത്? ഏറ്റവും ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കണം. നിങ്ങൾ അടുത്തുള്ളവരെയോ മറ്റുള്ളവരെയോ അയൽക്കാരെയോ ആരെ നിങ്ങൾ നോക്കരുത്. ഇങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങളുടെ ശക്തിക്ക് കോട്ടം തട്ടുന്നത്. പ്രിയ ദൈവമേ, നിന്റെ ശക്തിക്ക് കോട്ടം തട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ശക്തിക്ക് കോട്ടം തട്ടാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. ഓരോ ദിവസവും നിന്റെ ശക്തി നിന്റെ പവർ ഓരോ ദിവസവും ദൈവം ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അതൊരു വലിയ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങളിങ്ങനെ മലയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒരു പയ്യനുണ്ട്, ഇമ്മാനുവൽ എന്നാണ് അവൻ്റെ പേര്. ഏകദേശം 2 വർഷം കൊണ്ട് അവൻ ആ മലയിൽ ഇൻചാർജാണ്. അങ്ങനെ ഞങ്ങൾ ഈ മലയിൽ ചെല്ലുമ്പോൾ, ഞാൻ മലയിൽ ചെന്നില്ലെങ്കിൽ അവൻ പിറ്റേ ദിവസം വിളിക്കും, മിസ്റ്റർ തോമസ്, നീ ഇന്ന് വന്നില്ലല്ലോ, വേർ വെർ യു, കം ഫാസ്റ്റ് എന്നെ വിളിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഇമ്മാനുവൽ. എൻ്റെ കൂടെ വന്നവർക്കൊക്കെ അറിയാം. അവൻ രാവിലെ 7 മണിയാകുമ്പോൾ അവൻ ആ മലയുടെ മുകളിൽ എത്തുമ്പോൾ 7:10 എന്നെ വിളിക്കും, ഡിഡ് യു കം, നീ വരുന്നുണ്ടോ ഇന്ന്? അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓർക്കും, ഞാനാണ് ഇവൻ ദൈവം വിളിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എടുക്കുന്ന കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോവും. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ മറന്നാലും എന്നെ കാത്തിരിക്കുന്ന മലയുടെ മുകളിൽ ഒരു ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. ആകാശത്തിൽ എന്നെ നോക്കുന്ന ഒരു ദൈവത്തിന്റെ തീ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്നെ വളർത്തിയത് മലയും കാടും ഒക്കെയാണ്. ആ പ്രാർത്ഥനയുടെ പവറാണ് എന്നെ യേശുവിന്റെ മുന്നിൽ എന്നെ നിർത്തിയിരിക്കുന്നത് എനിക്കറിയാം. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നീ ഏകാന്തമായി പ്രാർത്ഥിച്ച സ്ഥലത്തെ ഒന്ന് നീ മറക്കരുതേ. നീ ഏകാന്തമായി ഇരുന്നപ്പോൾ നിന്റെ കണ്ണുനീരൊപ്പിയ സ്ഥലമൊന്നും നീ മറക്കരുത്. നിന്റെ മേലിറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തിയൊന്നും മറക്കരുത്. നിന്നെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ മറക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ രാത്രി നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ആരെ നോക്കരുത്. ആര് വരുമോ ആര് പോവുകയോ ചെയ്തോട്ടെ, നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരെന്താണ്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ എന്നിലേക്ക് ഇറങ്ങി വാ, എന്റെ കൃപ ഞാൻ നിനക്ക് നൽകാം. ഹല്ലേലൂയ. അർഹതയില്ലാത്ത എനിക്ക് അർഹതയുള്ളവൻ തരുന്ന ഒരു ഗിഫ്റ്റിനെയാണ് കൃപ എന്ന് പറയുന്നത്. എന്താണ് ഈ കൃപ? നിന്റെ മേൽ ഈ രാത്രി ദൈവം നൽകിയിരിക്കുകയാണ്. ഈ രാത്രി ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറക്കി നൽകിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നിന്നെ ശക്തിപ്പെടുത്താൻ, നിന്നെ ഉണർത്താൻ, നിന്നെ പ്രാർത്ഥനക്കാരനാക്കാൻ, നിന്നെ വീരനാക്കാൻ, നിന്നെ ബലമുള്ളവനാക്കാൻ, നിന്നെ ദാവീദിന്റെ മേൽ ഇറങ്ങിയ ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങാൻ ദൈവത്തിന്റെ കൃപ നിന്നെ തേടി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സാമുവേലേ, നിന്നോട് തൈലം എടുത്തോണ്ട് ഇറങ്ങാൻ പറഞ്ഞ ഒരു ദൈവത്തെ ഞങ്ങൾ ഓർക്കുകയാ. എന്തിനാണെന്നറിയാമോ? മലയുടെ മുകളിൽ ദൈവത്തോട് കണക്ട് ചെയ്തിരിക്കുന്ന ദാവീദിന്റെ ശിരസിന്റെ മേൽ ഒഴിക്കാൻ തൈലം കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞ ഒരു ദൈവത്തെ നിങ്ങൾ ഓർത്തുകൊള്ളണം. നിന്റെ പ്രാർത്ഥനയാണ് നിന്റെ മേൽ തൈലം ഒഴിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പേഴ്സണൽ പ്രേയറാണ് നിന്റെ ശത്രുവിനോട് മല്ലിടാൻ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നത്.